ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഉത്തരവുണ്ടായിട്ടും രാവിലെ 3:30 പുറപ്പെടുന്ന പെരിക്കലൂർ പാലാ സൂപ്പർഫാസ്റ്റ്, വൈകുന്നേരം 9:30 പുറപ്പെടുന്ന പെരിക്കലൂർ അടൂർ സൂപ്പർഫാസ്റ്റ് എന്നീ KSRTC ബസ്സുകൾ ഇതുവരെയും പുനരാരംഭിച്ചിട്ടില്ല. എത്രയും വേഗം ഈ KSRTC ബസ്സുകൾ പുനരാരംഭിക്കണമെന്ന് പെരിക്കലൂർ വികസന സമിതിക്ക് വേണ്ടി പെരിക്കലൂർ സെൻറ് തോമസ് ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ അബിൻ കുന്നേപ്പള്ളിയിലും, പെരിക്കലൂർ പൗരസമിതിക്ക് വേണ്ടി പ്രസിഡന്റ് ഗിരീഷ് കുമാർ, പെരിക്കലൂർ ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷന് വേണ്ടി സുനിൽ ഡി വാഴയ്ക്കൽ എന്നിവർ സംയുക്തമായി ആവശ്യപ്പെട്ടു. ഈ ബസ്സുകൾ എത്രയും വേഗം പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് കടക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. പെരിക്കലൂർ വികസന സമിതിക്ക് വേണ്ടി പെരിക്കലൂർ സെൻറ് തോമസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ അബിൻ കുന്നേപ്പള്ളി നമ്മോട് സംസാരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഏറെ പ്രതീക്ഷ നൽകിയ വാർത്തയാണ്. മുടങ്ങിപ്പോയ പെരിക്കലൂരിൽ നിന്നുള്ള 9 വണ്ടികളിൽ KSRTC വണ്ടികളിൽ 2 എണ്ണം അനുവദിച്ച് വീണ്ടും തുടങ്ങുന്നു എന്നുള്ളൊരു വാർത്ത. രാവിലെ വെളുപ്പിന് 3:30 ഉള്ള പെരിക്കലൂർ പാലാവണ്ടി, അതുപോലെ തന്നെ വൈകുന്നേരത്തെ 9:30 പെരിക്കലൂർ അടൂർ വണ്ടി. ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവരായ ഒരുപാട് മനുഷ്യർക്ക് ആശ്രയകരമായിരുന്ന ഒരു വണ്ടിയായിരുന്നു വെളുപ്പിനെ 3:30 വണ്ടി. കാരണം 7 മണിയാകുമ്പം മെഡിക്കൽ കോളേജിൽ ചെല്ലുവാനും OP ടിക്കറ്റ് എടുക്കുവാനും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നിർവഹിച്ച് തിരിച്ചു വരുവാനുമുള്ള ഒരു അവസരം അതിലൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. വീണ്ടും ഈ വാർത്തയിലൂടെ ജനങ്ങളുടെ ഉള്ളിൽ ആ ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. ജനങ്ങൾക്കേറെ സന്തോഷകരമാണ്. എന്നാൽ പോലും ഇതിന് കാലവിളംബം വരുന്നു എന്നത് ജനങ്ങൾക്ക് ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. രാവിലെ 3:30 സർവീസും വൈകിട്ടത്തെ 9:30 സർവീസും എത്രയും വേഗം പുനരാരംഭിക്കാൻ സാധിക്കട്ടെ. അതിന് അധികൃതർ ദ്രുതഗതിയിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ. ജനങ്ങളോടൊപ്പം ഞങ്ങളത് ആഗ്രഹിക്കുകയും ഞങ്ങളുടെ അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന് വീണ്ടും കാലവിളംബം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുമെന്നും അറിയിക്കുന്നു. പെരിക്കലൂർ പൗരസമിതിക്ക് വേണ്ടി പ്രസിഡന്റ് ഗിരീഷ് കുമാർ ജി നമ്മോട് സംസാരിക്കുന്നു. പെരിക്കലൂർ KSRTC യാർഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പെരിക്കലൂരിനെ സംബന്ധിച്ചിടത്തോളം KSRTCയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു പ്രദേശമാണുള്ളത്. ആദിവാസി ഹരിജന വിഭാഗങ്ങളടക്കം സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു സർവീസായിരുന്നു വെളുപ്പിന് 3:20 ഉണ്ടായിരുന്ന പാലാ പൊൻകുന്നം ബസ്. അതുപോലെ തന്നെ രാത്രി 9:30 അടൂര് ബസ്. ഈ 2 ബസ്സുകളും നിർത്തിപ്പോയതിൽ നിരവധിയായ നിവേദനങ്ങൾ നമ്മൾ പൗരസമിതിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും നൽകിയിരുന്നു. എന്നാൽ അതിനെല്ലാം മറുപടി ഈ കഴിഞ്ഞ ജൂണിൽ എനിക്ക് കൃത്യമായ മറുപടി പൗരസമിതിക്ക് വന്നത് ഇത് നഷ്ടത്തിലോടുന്ന ഒരു ബസ്സാണ്, അതുകൊണ്ട് ഇത് പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല എന്നാണ് ബത്തേരി KSRTC അധികൃതർ വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. അതിന് പ്രകാരമാണ് ഇന്നും ആ ബസ് ബത്തേരിയിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നത്. ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ആളുകൾ നമ്മുടെ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കം അതുപോലെ തന്നെ പോകുന്നതിന് വളരെ ഉപകാരപ്രദമായിരുന്നു വെളുപ്പിനെ ഉണ്ടായിരുന്ന 3:20 ബസ്. അടൂർ ബസ് രാത്രി 9:30 ഉണ്ടായിരുന്നത്. അത് ഇവിടുത്തെയുള്ള സാധാരണക്കാരായ ആളുകളുടെ മക്കൾ പഠിക്കുന്നതിന് എല്ലാം ഈ പുറം സ്ഥലങ്ങളെ ആശ്രയിക്കുന്ന അവർക്കെല്ലാം വളരെ ഗുണപ്രദമായിരുന്നു. പക്ഷേ ഈ 2 സർവീസുകളും നിർത്തിയത് പെരിക്കലൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകമാണ്. ഉടൻ അത് പുനഃസ്ഥാപിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് എനിക്ക് വകുപ്പ് മന്ത്രിയോടും ഒപ്പം തന്നെ ബന്ധപ്പെട്ട അധികൃതരോടും അറിയിക്കാനുള്ളത്. ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ സമരപരിപാടികളുമായിട്ട് ഈ മേഖലയിലെ സമഗ്ര സംഘടനകളെയും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു സമര പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് പൗരസമിതി അടക്കമുള്ള ആളുകൾ ആലോചിക്കുന്നത്. അതിന് ഇടവരാതെ എത്രയും പെട്ടെന്ന് വകുപ്പ് ഇടപെട്ട്, മന്ത്രിയടക്കം ഇടപെട്ട്, നമ്മുടെ IC ബാലകൃഷ്ണൻ MLA സാർ അടക്കം ഇടപെട്ട് ഇതിന് ശാശ്വത പരിഹാരം നേടിത്തരണമെന്നാണ് പൗരസമിതിക്ക് ഇതിൽ ആവശ്യപ്പെടാനുള്ളത്. പെരിക്കലൂർ ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷന് വേണ്ടി സുനിൽ ഡി വാഴയ്ക്കൽ നമ്മോട് സംസാരിക്കുന്നു. പെരിക്കലൂരിൽ നിന്നും 11ഓളം ദീർഘദൂര സർവീസുകളാണ് KSRTC റദ്ദ് ചെയ്തത്. ഇതിൽ പത്തനാപുരത്തെ KB ഗണേഷ് കുമാർ പെരിക്കലൂർ ഗൂഗിൾ മാപ്പിലില്ല എന്ന് കളിയാക്കുകയും ജനങ്ങളെ, ഈ നാട്ടൊട്ടാകെയുള്ള ജനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ ഭാഗമായി മേൽ സർവീസുകൾ പുനരാരംഭിക്കാൻ പലതവണ ഗണേഷ് കുമാറിനെ സമീപിച്ചിരുന്നു. നാളിതുവരെയായിട്ടും സർവീസ് പുനരാരംഭിച്ചില്ല. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ സുൽത്താൻ ബത്തേരി MLA ശ്രീ IC ബാലകൃഷ്ണൻ അവരുടെ നിവേദന പ്രകാരം ഗതാഗത വകുപ്പ് മന്ത്രിയോട് മേൽ സർവീസുകൾ
പുനരാരംഭിക്കാൻ നിവേദനം കൊടുക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസുകളായ പാലാ പെരിക്കല്ലൂർ, അടൂർ പെരിക്കല്ലൂർ, കോട്ടയം പെരിക്കല്ലൂർ പുനരാരംഭിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശമുണ്ടായിട്ട് പോലും KSRTC അധികൃതർ നാളിതുവരെയായിട്ടും സർവീസ് ആരംഭിച്ചില്ല. ഈ സർവീസ് ആരംഭിക്കാത്തതിന്റെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഗണേഷ് കുമാറിന്റെ കാലത്ത് നിയമിച്ച KSRTC MDയും ഓപ്പറേഷൻ മേധാവിയുമാണ് KSRTCയുടെ കീ സ്ഥാനത്തിരിക്കുന്നത്. ഗണേഷ് കുമാറിനോടുള്ള മമതയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ കാട്ടുന്നത്. ഭരണം മാറിയിട്ട് UDF മന്ത്രിസഭ വന്നിട്ട് പോലും ഒരു മന്ത്രി ഒരു ഉത്തരവ് കൊടുത്തിട്ട് പോലും ഈ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്യുന്നത് ഒരു നാടിനോടുള്ള വ്യക്തിവൈരാഗ്യമാണ്. കൂടാതെ പെരിക്കല്ലൂർ ബസ് പാസഞ്ചർ അസോസിയേഷൻ KSRTCയിലെ 400 കോടി രൂപ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതി കൊടുക്കുകയുണ്ടായി. ഈ പരാതി നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ വൈരാഗ്യം തീർക്കാനും ഈ പരാതി പിൻവലിക്കണം എന്നുള്ള ഈ ഉദ്യോഗസ്ഥന്റെ പിടിവാശിയാണ് ഈ നാളിതുവരെയായിട്ടും ഈ സർവീസ് പുനരാരംഭിക്കാത്തത്. താൻ ചെയ്ത പരാതിയെ കുറിച്ച് അന്വേഷണം വേണമെന്ന് ഒരു നാട്ടിലെ ഒരു സംഘടന ആവശ്യപ്പെടുമ്പോൾ ഒരു നാടിനോട് ചെയ്യുന്നത് വെറും ക്രൂരതയാണ് ഇവർ ചെയ്യുന്നത്. ഏത് സർവീസുകൾ ആരംഭിക്കാതെ സുൽത്താൻ ബത്തേരി ഡിപ്പോയിലേക്ക് PC-50 അയച്ചും, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അടൂരേക്കും, അടൂരിൽ നിന്ന് കോട്ടയത്തേക്കും, അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും PC-50 അയച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ പണ്ട് കെട്ടി കളിക്കുകയാണ്. മേൽ ഉദ്യോഗസ്ഥരെ ഉടനടി ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള നടപടിയും സർക്കാർ തീരുമാനിക്കണമെന്ന് ഈ വിഷയം ഇതോടൊപ്പം അറിയിച്ചു. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്.